ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 56. സർവകർമാണ്യപി സദാ കുർവാണു മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. വിവർത്തനം: ഏതുതരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എൻ്റെ വിശുദ്ധ ഭക്തൻ എൻ്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എൻ്റെ ധാമം പ്രാപിക്കും. ഭാവാർത്ഥം: മദ്വ്യപാശ്രയ എന്നതിന് പരമപുരുഷൻ്റെ സംരക്ഷണത്തിൽ എന്നർത്ഥം. ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധ ഭക്തൻ ഭഗവാന്റെയോ അവിടുത്തെ പ്രതിനിധിയായ ആധ്യാത്മിക ഗുരുവിൻ്റെയോ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നു. അയാൾക്ക് സമയപരിധിയൊന്നുമില്ല. ദിവസത്തിൽ 24 മണിക്കൂറും 100% ഭഗവൻ നിർദ്ദേശപ്രകാരമുള്ള കർമ്മങ്ങളിലാണ് അയാൾ ഏർപ്പെടുന്നത്. ഇങ്ങനെ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഭക്തനോട് ഭഗവാന് അളവറ്റ കരുണയുണ്ട്. എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഒടുവിൽ അയാൾ അതീന്ദ്രിയ പദത്തിൽ കൃഷ്ണലോകത്തിൽ എത്തിച്ചേരും. അയാൾക്ക് അവിടെ പ്രവേശനം സുനിശ്ചിതമാണ്. അതിന് സംശയമില്ല തന്നെ. ആ പരമപദത്തിൽ മാറ്റങ്ങളില്ല. എല്ലാം ശാശ്വതവും ജ്ഞാനസമ്പന്നവും അവ്യയവുമാണ്. ശ്ലോകം 57. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്താ സതതം ഭവ. വിവർത്തനം: സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ, എന്നിട്ട് എൻ്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിൽ എന്നെപ്പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കണം. ഭാവാർത്ഥം: കൃഷ്ണാവബോധത്തോടു കൂടി കർമ്മം ചെയ്യുന്നവൻ ലോകത്തിൻ്റെ യജമാനനെന്ന നിലയിലല്ല കർമ്മം ചെയ്യുന്നത്. ഒരു സേവകനെ പോലെ പരമപുരുഷൻ്റെ നിർദ്ദേശത്തിന് പൂർണ്ണമായും വിധേയനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഒരാശ്രിതന് വ്യക്തി സ്വാതന്ത്ര്യമില്ല. യജമാനൻ്റെ ആജ്ഞയനുസരിച്ചേ അയാൾ പ്രവർത്തിക്കാവൂ. അങ്ങനെ പരമയജമാനനു വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരാശ്രിതനെ ലാഭനഷ്ടങ്ങൾ ബാധിക്കുകയില്ല. യജമാനൻ്റെ ആജ്ഞപ്രകാരം അയാൾ തൻ്റെ കടമ വിശ്വസ്തയോടെ നിർവഹിക്കുന്നു എന്നു മാത്രം. ഇവിടെ ഒരു ചോദ്യം വരാം. അർജുനൻ കൃഷ്ണൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വയ്ക്കുക. കൃഷ്ണൻ അരികിലില്ലാത്ത നിലയിൽ ഞാൻ എന്തു ചെയ്യും? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഉപദേശിച്ചിട്ടുള്ളതനുസരിച്ചായാലും കൃഷ്ണൻ്റെ പ്രാതിനിധ്യമുള്ള മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായാലും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഒന്നു തന്നെയായിരിക്കും. മത്പര എന്ന പദം വളരെ അർത്ഥവത്താണ് ഈ ശ്ലോകത്തിൽ. കൃഷ്ണപ്രീതിക്ക് വേണ്ടി കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനം മാത്രമാണ് മനുഷ്യൻ്റെ ജീവിതോദ്ദേശ്യമെന്ന് അത് സൂചിപ്പിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കൃഷ്ണനെക്കുറിച്ച് മാത്രം ഓർക്കേണ്ടതുമാണ്. ഈയൊരു പ്രവൃത്തി നിറവേറ്റാൻ കൃഷ്ണൻ എന്നെ നിയോഗിച്ചതാണ്. അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ഒരാൾ സ്വാഭാവികമായും കൃഷ്ണനെ ഓർത്തുപോകും. ഇതാണ് തികഞ്ഞ കൃഷ്ണാവബോധം. തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ ഫലം ഭഗവാന് സമർപ്പിച്ചതുകൊണ്ടായില്ല. അത്തരം കർമ്മങ്ങൾ കൃഷ്ണാവബോധാനുസൃതമായ ഭക്തിയുത സേവനത്തിൽ പെടുന്നതല്ല. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം തന്നെയാവണം പ്രവൃത്തി. സുപ്രധാനമായ ഒരു കാര്യമാണിത്. കൃഷ്ണന്റെ ആ നിർദ്ദേശം ശിഷ്യപരമ്പരയിൽപ്പെട്ട വിശ്വാസിനായ ഒരു ആചാര്യനിലൂടെയാണ് എത്തുക. അതിനാൽ ആധ്യാത്മികാചാര്യൻ്റെ കൽപ്പന അനുസരിക്കേണ്ടത് ജീവിതത്തിലെ മുഖ്യമായൊരു കടമയാണ്. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസാരം പ്രവർത്തിക്കുകയും ചെയ്താൽ കൃഷ്ണാവബോധമുള്ള ജീവിതത്തിൻ്റെ പരിപൂർണതയിലെത്തുമെന്നത് ഉറപ്പാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.